السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله على نبينا محمد وآله وصحبه أجمعين. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവിടുത്തെ പിതൃ സഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, റസൂലെ അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്ന ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. വളരെ ചുരുങ്ങിയ ഒരു വാക്ക്, അതിവിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. സലില്ലാഹൽ ആഫിയ, നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കണേ എന്നാണ്. മറ്റൊരിക്കലും ഒരു സഹാബി പ്രവാചകനോട് ചോദിച്ചത് അയ്യു ദുആഇ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ ഏതാണ് എന്നാണ്. അവിടുന്ന് പറഞ്ഞത് സലില്ലാഹൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും അഫ്വനും ആഫിയത്തിനും വേണ്ടി ചോദിക്കണേ എന്നാണ്. ആഫിയത്ത് എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത ശരീരവും ഭയമില്ലാത്ത മനസ്സും പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഒത്തുചേരുന്ന അവസ്ഥക്കാണ് പറയുക. അത്തരത്തിലുള്ളൊരു ആഫിയത്ത് റബ്ബിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മിൻ ദഅവത്തിൻ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാ അൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് മുആഫാത്തും ആഫിയത്തും നൽകണേ. ഒരാൾക്ക് ഈമാനികമായ ദൃഢത ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആഫിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ലത് പ്രദാനം ചെയ്യണേ എന്നാണ്. അത്തരത്തിലുള്ള ഒരു ആഫിയത്ത് നീങ്ങിപ്പോകരുത് എന്നത് അവിടുത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാൽ നിഅമതിക വ തഹവുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖ്തിക, അല്ലാഹുവേ ഈ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതും വ തഹവുലി ആഫിയതിക, നീ തന്ന ആഫിയത്തിന് ശാരീരികമായ മാനസികമായ മതപരമായ കുടുംബത്തിലുള്ള ആഫിയത്ത് അത് മാറി മറിഞ്ഞ് പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. മാത്രമല്ല കബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പോലും അസ്അലുല്ലാഹ ലനാ വലക്കുൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നു എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. സഹോദരങ്ങളെ, കുറേ സമ്പത്തുണ്ടായി അത് ഉപകാരപ്പെടുന്നില്ല, ശാരീരികമായ പ്രയാസങ്ങളും മാനസികമായ കഷ്ടപ്പാടുകളും ഉണ്ട് എങ്കിൽ സമ്പത്തോ മറ്റെന്തു ദുനിയവിയായ കാര്യങ്ങളുണ്ടായിട്ടോ യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി അവിടുത്തെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ പലതരത്തിലുള്ള ആഫിയത്തിന് വേണ്ടി ചോദിച്ചിരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി, അല്ലാഹുവേ എനിക്ക് അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് ഉണ്ടാകണേ. ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ ഐഹിക ജീവിതത്തിൽ തിന്മകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം നേടലാണ്. ഒരു അടിമക്ക് ദോഷകരമായി ഭവിക്കുന്ന എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടലാണ്. ആഖിറത്തിൽ ആഫിയത്ത് എന്ന് പറയുമ്പോൾ പരലോകത്തെ ഭീകരതകളിൽ നിന്നും കാഠിന്യങ്ങളിൽ നിന്നും അവിടെയുള്ള എല്ലാവിധ ശിക്ഷകളിൽ നിന്നും സംരക്ഷണം തേടലാണ്. കുടുംബത്തിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഫിത്നകളും കുഴപ്പങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകലാണ്. സമ്പത്തിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത്, വെള്ളപ്പൊക്കം, തീപിടുത്തം, മോഷണം തുടങ്ങിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കലാണ്. ഇങ്ങനെ എല്ലാവിധ ആഫിയത്തിനും വേണ്ടി റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണല്ലോ. هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.